ഇത് ഈ തെരുവിൽ തന്നെ നാണക്കം ഉണ്ടാക്കുന്ന ഒരു ഏർപ്പാടായി പോയി. ഒരു പെരുങ്കള്ളനെ പിടിച്ച് മകളുടെ ഭർത്താവൊക്കെ നമ്മളാരും പറഞ്ഞോ? പോവോ? പെണ്ണിന്റെ സർവ്വ ആഭരണങ്ങളും കൊണ്ടാ കടന്നു കളഞ്ഞിരിക്കുന്നു ചെക്കൻ. മുകുന്ദനും കള്ളനാ. ഇതുവരെ മുകുന്ദൻ ഇവിടെ കേറിയിട്ടുണ്ടോ? അവന്റെ അറിവോടെയാണ് ഇതെല്ലാം നടന്നിരിക്കുന്നെന്ന് ഉറപ്പാ. പിന്നെ നമ്മളിങ്ങനെ വായി പൊളിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. മുകുന്ദനോട് ചോദിക്കണം, ചോദിച്ചേ പറ്റൂ. എന്തേ? വരി അടച്ചിടോ. ഞാനിനി ജീവിച്ചിരിക്കില്ല. എന്റെ കുഞ്ഞിനെ ഞാൻ എനിക്കറിയില്ല, ഞാൻ പറഞ്ഞില്ലേ. ഇത് സാറിന്റെ പ്രശ്നമല്ല, ഈ തെരുവിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിയുടെ പ്രശ്നമാണ്, ഞങ്ങളുടെ പ്രശ്നമാണ്. എടാ കള്ള കഴിവറി, അവൻ എവിടെയെന്ന് ചോദിച്ചു. എനിക്കറിയില്ല. നാണമില്ലേ പാവത്തിനിട്ട് തല്ലാൻ? ഇവന്റെ കൂട്ടുകാരൻ ആ പെൺകുട്ടിയുടെ ആഭരണം കൊണ്ട് കടന്നു കളഞ്ഞു. ഏത് കൂട്ടുകാരൻ? സാർ, പെണ്ണിനെ കെട്ടാമെന്ന് പറഞ്ഞ് ചെറുക്കൻ വിശ്വനാഥൻ. ഇവനും കൂടി ചേർന്നുകൊണ്ടാണ് ഈ നാടൻ നടത്തിയത്. അല്ലെന്ന് ഞങ്ങൾക്കറിയാം. ആണെന്റെ സാറേ, കാശ് പറ്റി ചാത്തായവനാ ഇവനും. ഇവൻ ചില്ലറക്കാരനൊന്നല്ല. സ്വന്തം കൂട്ടുകാരനെ രക്ഷിക്കാൻ വേണ്ടി ഈ പാവം കുറ്റങ്ങളെല്ലാം സ്വയം ഏറ്റെടുക്കുകയായിരുന്നു. ഒരാളെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ തല്ലിച്ചതക്കാൻ ആരാ അധികാരം തന്നത്? ആഭരണം കൊണ്ടുപോയാൻ അന്വേഷിക്കാൻ ആരെങ്കിലും മെനക്കെട്ടോ? റാസ്കൽസ് തല്ലാനെത്തിയിരിക്കുന്നു. അവൻ ആരാണെന്നറിയാമോ? ഇക്കാണുന്ന മനുഷ്യരെ മുഴുവൻ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുന്ന സാമൂഹ്യ ദ്രോഹിയാണ്. കുമാരൻ നായർ, നമുക്ക് ഉടനെ പുറപ്പെടണം. അവൻ രക്ഷപ്പെടുന്നതിന് മുമ്പ് പിടിക്കാം. എനിക്ക് വിഷമമുണ്ട്. നമുക്ക് ഇനിയും കാണാം. ഫോൺ വന്നിട്ടുണ്ട്. ഹലോ. മൂന്നും തന്നെ. ഓ, അവിടെ കല്യാണ ചെറുക്കനെ തെരുവിലെ ആൾക്കാർ അന്വേഷിക്കുമ്പോ ദുബായിലേക്കോ മറ്റോ ആണെന്ന് തോന്നുന്നു. നിങ്ങളെ കണ്ടോ? Your attention please. All the passengers proceeding to Bombay are requested for security check immediately. നിന്റെ ഭാര്യ നിനക്ക് അയച്ച കത്ത് ഞാൻ കണ്ടു. എന്നിട്ടൊരു പാവം പെണ്ണിനെ കല്യാണം കഴിച്ചോളാന്ന് വ്യാമോഹിപ്പിച്ച് അവളുടെ ആഭരണം തട്ടിയെടുത്ത് ദുബായിലേക്ക് കിടക്കാൻ നോക്കണോ? എന്താടാ?
ഐ എം സോറി സാർ. മുകുന്ദ, എന്നോട് കളിക്കരുത്, എന്നെ തല്ലരുത്. നീ ഡ്രൈവറുടെ ഭാര്യക്ക് പ്രേമലേഖനം എഴുതിയ കാര്യം ഞാൻ പരസ്യപ്പെടുത്തോടാ. മിനിസ്റ്റർ മുത്തുകൃഷ്ണനോട് പറഞ്ഞ് കോഫെ പോസെ നിയമപ്രകാരം നിന്നെ അകത്താക്കൂടാ. പോകുന്ന ഞാൻ ദുബായ് പോകുന്നത് നിനക്കു കൂടി വേണ്ടിയായിരുന്നടാ. ഈ സിറ്റിയിൽ നിനക്ക് സ്വന്തമായൊരു വീട്, ഒരു മാരുതി കാറ്, അതൊക്കെ ആയിരുന്നില്ലടാ നിന്റെ സ്വപ്നം. പണ്ട് നമ്മൾ യുപി സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചിരുന്ന ആ കാലം അപ്പോ ഒന്നും നിനക്ക് കേൾക്കുന്നില്ല അല്ലേ? മൂന്ന, എന്റെ ഭാര്യയും കുഞ്ഞിനെയും ഓർത്തെങ്കിലും നീ എന്നെ കൊല്ലരുത് മൂന്ന. അവരെ ഓർത്ത് ഞാൻ നിന്നെ കൊല്ലാതെ വിടുന്നു. അവന്റെ ഒരു ദുബായ്. ഇത് ഞാൻ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ നീ എന്നെ നന്നായനെ. ഇനി എന്റെ മോളെ ആരാ കല്യാണം കഴിക്കുക? എല്ലാവർക്കും ഇഷ്ടമാണല്ലേ? സുമിത്രയെ ഞാൻ കെട്ടിക്കൊള്ളാം. മോഹൻദേട്ടൻ എന്തിനാ എന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞത്? വേണ്ട, എനിക്കത് ഇഷ്ടമല്ല. അത്രയും വലിയ ഒരു ത്യാഗമൊന്നും മോഹൻദേട്ടൻ ചെയ്യണ്ട. സഹതാപവും ത്യാഗമൊന്നുമല്ല. പിന്നെ പിന്നെ എനിക്ക് സുമിത്ര ഇഷ്ടമാണ്. അതുകൊണ്ടാ. ഇഷ്ടമാണെന്ന് ഞാൻ ഒരിക്കൽ വിചാരിച്ചിരുന്നു. ഇനി വേണ്ട മോഹൻദേട്ട. ഇഷ്ടമായിരുന്നെങ്കിൽ മറ്റൊരാളുമായി എന്റെ കല്യാണം നിശ്ചയിക്കുമോ? ശരിയാണ്. എന്റെ ആഗ്രഹം വെളിപ്പെടുത്താൻ ധൈര്യം ഉണ്ടായില്ല. മുകുന്ദേട്ടൻ ഒരിക്കലെങ്കിലും എന്നോട് സ്നേഹമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറയാൻ കഴിഞ്ഞില്ല. എത്രയോ രാത്രികളിൽ ഞാൻ ഉറങ്ങാതിരുന്ന് സുമിത്രയ്ക്ക് കത്തുകൾ എഴുതി. എത്രയോ പ്രാവശ്യം സുമിത്രയെ ഞാൻ സ്നേഹിക്കുന്നുവെന്ന് പറയാൻ തുനിഞ്ഞു. കഴിഞ്ഞില്ല. സുമിത്രയ്ക്ക് എന്നെ ഇഷ്ടപ്പെടില്ലേ എന്നുള്ള സംശയം, ഭയം. ഇപ്പോ ഞാൻ സുമിത്രയോട് ചോദിക്കുക, വളരെ വളരെ വൈകിപ്പോയ ഒരു ചോദ്യം. സുമിത്രയ്ക്ക് എന്നെ ഇഷ്ടമാണോ? ഒരു 100 തവണ കേൾക്കാൻ ആഗ്രഹിച്ച ചോദ്യമാണത്. നിന്നെ അണിയിക്കാൻ താമര നൂലിനാൽ ഞാനൊരു